മുൻപിൽ കീർത്തനം മധുവായി ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിത തൂലിക പോലെന്നാവിപ്പോ. അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽ കേന്ദ്രം നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ 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 പാടിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അവർ യേശുവിനെ ഏറ്റുവാങ്ങി. പടയാളികൾ യേശുവിനെ ക്രൂശിച്ചതിന് ശേഷം അവന്റെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ചു. ഓരോ പടയാളിക്കും ഓരോ ഭാഗം അവന്റെ മേലങ്കിയും അവരെടുത്തു. അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു. ആകയാൽ അവർ പരസ്പരം പറഞ്ഞു, നമുക്കത് കീറണ്ട, പകരം അത് ആരുടേതാണ് ആയിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം. എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു. എന്റെ മേലങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെടുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദല മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തന്റെ അമ്മയെ താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയേ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഒരു നിമിഷം. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ. എല്ലാവർക്കും ഈ റോസാമിശിഹ മാതാവിന്റെ തിരുനാളിന്റെ ഏറ്റവും സന്തോഷകരമായ മംഗളങ്ങൾ, ആശംസകൾ നേർന്നുകൊള്ളുന്നു. എല്ലാവരും പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ കരങ്ങളിൽ കൊടുക്കുന്നു. ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും ഇന്ന ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് വെച്ചാൽ പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സർവ്വ ഹല്ലേലൂയ ഹല്ലേലൂയ. റോസാമിശിഹ മാതാവിന്റെ ഒരു വലിയൊരു വെളിപാടിനെ കുറിച്ച് നമുക്ക് അല്പം ഒന്നും നമുക്ക് ധ്യാന വിഷയമാക്കണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതായത് ഒരു ഹോസ്പിറ്റലിലെ ഒരു വിശുദ്ധിയായ നേഴ്സിന് മാതാവിന്റെ വലിയൊരു ദർശനം പലതവണയായിട്ട് കിട്ടി. പ്രൈസ് ദി ലോർഡ്. ആ ദർശനങ്ങൾ ശരിക്കും അമ്മയുടെ അപ്പാരിഷനുണ്ട്. അമ്മയുടെ പ്രത്യക്ഷപ്പെടലുണ്ട് പോണ്ടിച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ വെച്ച് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ അമ്മയുടെ ഈ ശരീരത്തിൽ ഇങ്ങനെ 3 പുഷ്പങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു. അമ്മ പറയുന്നത് ലോകം മുഴുവനും തിന്മയുടെ അന്ധകാര ശക്തികളുടെ അടിമത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം മുഴുവൻ തന്നെ അധാർമികതയുടെ വക്കിലേക്ക് പോയി. ലോകത്തിൽ വലിയ വലിയ കൊടിയ വിപത്തുകൾ സംഭവിക്കാൻ പോകുന്നു. പ്രത്യേകിച്ച് കുടുംബങ്ങളുടെ നാശങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഒരുപാട് യുവാക്കള് അധാർമിക ജീവിതത്തെ സ്വീകരിക്കാൻ പോകുന്നു. ഒരുപാട് ആളുകള് സത്യവിശ്വാസം കളഞ്ഞ നിരീശ്വരവാദം, യുക്തിവാദം, അന്ധവിശ്വാസങ്ങളുടെ വഴിയിലൂടെ പോകാൻ പോകുന്നു. ലോകം മുഴുവൻ തന്നെയും ജഡിക പാപങ്ങളുടെ തറവാട് പോലെ ആയിത്തീരുന്ന അവസ്ഥയിലോട്ട് പോകാൻ പോകുന്നു. ദൈവത്തിന് തന്റെ മക്കളെ മുഴുവൻ നഷ്ടപ്പെടാൻ പോകുന്നു. ഭൂമിയിൽ ഒരുപാട് അരാജകത്വങ്ങള്, ഭൂകമ്പങ്ങള്, പ്രകൃതിക്ഷോഭങ്ങള്, തകർച്ചകൾ സംഭവിക്കാൻ പോകുന്നു. രോഗികളായ കുട്ടികൾ അനേക സ്ഥലങ്ങളിൽ ജനിക്കാൻ പോകുന്നു. സാത്താന്റെ പ്രവർത്തനത്തിലൂടെ പറയുന്ന ഇങ്ങനെ അതിന്റെ ഒറിജിനലോട്ട് വരും കാണാൻ പറ്റും. അതായത് ഒരമ്മയുടെ ഉദരത്തിൽ കഴിയുന്ന കുഞ്ഞിനെ പോലും അവിടെ വെച്ച് തന്നെ ഈ
ഈ സാത്താന്റെ ആക്രമണം ഉണ്ടാകുകയും അതുവഴി നശിപ്പിക്കപ്പെടാൻ പോകുന്നു. ലോകം മുഴുവൻ തന്നെയും സാത്താനെ ആരാധിക്കുന്ന, തിന്മയുടെ അരൂപികളെ ആരാധിക്കുന്ന അവസ്ഥയിലോട്ട് പോകുന്നു. അങ്ങനെ അതുപോലെ തന്നെ കോടിക്കണക്കിന് ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആത്മാക്കള് സാത്താന്റെ ഈ സുഖങ്ങൾ കണ്ട്, അത് നൽകുന്ന സുഖലോലുപത, സന്തോഷം കണ്ട് അതിലേക്ക് ആകർഷിക്കപ്പെട്ട് പോകുന്നതായിട്ടും, അങ്ങനെ ലോകത്തിൽ വലിയൊരു വിപത്തും വലിയൊരു വിനാശം സംഭവിക്കാൻ പോകുന്നു. അത് എല്ലായിടത്തും, അത് വൈദികരുടെ ഇടയിൽ സംഭവിക്കാൻ പോകുന്നു, സന്യസ്തരുടെ ഇടയിൽ സംഭവിക്കാൻ പോകുന്നു. ഒരുപാട് അധാർമികത, തിന്മയുടെ പ്രവർത്തനം ലോകം മുഴുവൻ, ഇത് സഭയ്ക്കുള്ളിലും സഭയ്ക്ക് വെളിയിലോട്ട് സംഭവിക്കാൻ പോകുന്നു. അത് ഈ മകളോട് ഇങ്ങനെ ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ദിനം പ്രതി പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിന് പ്രതിവിധിയായിട്ട് അമ്മ പറഞ്ഞത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന്, ജപമാലയുടെ പ്രാർത്ഥന നിങ്ങൾ നിരന്തരം മുടങ്ങാതെ ചൊല്ലി നിങ്ങൾ എന്നിൽ ആശ്രയിക്കുക, എന്റെ അടുത്തേക്ക് വരിക, എന്നോട് ചേർന്ന് നിൽക്കുക, എന്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥന വിടുക. അവിടെ പ്രാർത്ഥന, പരിഹാരം, പ്രാശ്ചിത്തം, പ്രയർ, പെനൻസ് ആൻഡ് റിപ്പറേഷൻ, അങ്ങനെ 3 കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ ഈ വലിയ വിപത്തിൽ ചെന്ന് വീഴും എന്ന് അമ്മ വെളിപ്പെടുത്തി. അതാണ് ഈ പരിശുദ്ധ റോസാമിസ്റ്റിക്ക മാതാവിന്റെ വലിയ വെളിപ്പെടുത്തലിന്റെ പിന്നിൽ നിൽക്കുന്ന സംഭവം. നമുക്കറിയാം, സഭയിൽ ഒരു 13-14 നൂറ്റാണ്ട് തൊട്ട് തന്നെ, അതിനുമുമ്പ് തന്നെ ഒരു 5-ാം നൂറ്റാണ്ട് മുതൽ തന്നെ നമുക്ക് കാണാൻ പറ്റും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്ന സംഭവങ്ങൾ ലോകത്തിൽ നിരവധി സ്ഥലങ്ങളിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നു. അത് വ്യക്തികൾ കണ്ടിട്ടുണ്ട്, വലിയ ഗ്രൂപ്പുകൾ കണ്ടിട്ടുണ്ട്. അതിലേറ്റവും വലിയ ജനാവില് കണ്ടിട്ടുള്ള മാതാവിന്റെ പ്രത്യക്ഷപ്പെടൽ ഏറ്റവും വലുത് ഫാത്തിമയിലുള്ള മാതാവിന്റെ ഇത് പ്രത്യക്ഷപ്പെടല. ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ ഫ്രാൻസിസ്, ജസീന്ത, ലൂസി എന്ന് 3 പേരുടെ മുമ്പിൽ അങ്ങനെ ആകാശത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത് അവരെല്ലാവരും കണ്ടിട്ടുണ്ട്. എന്നാണ് ഫാത്തിമയിലുണ്ടായ മാതാവിന്റെ പ്രത്യക്ഷപ്പെടുന്ന സംഭവം. അതുപോലെ മജുഗോറയിലാണെങ്കിൽ അത് വർഷങ്ങളായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ട് ഇപ്പോഴും പ്രത്യക്ഷപ്പെടൽ നടക്കുന്നുണ്ട്. ഇപ്പോഴും അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ചെന്ന ഒരു മജുഗോറ സ്ഥലമുണ്ട്. അവിടെ രാത്രി, അവിടെ പകലും മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സംഭവമുണ്ട്. അവർ പറയാറുണ്ട്, മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അപ്പൊ വലിയ കൊടുങ്കാറ്റ് പോലെ സമയത്ത് കാറ്റൊക്കെ ഉണ്ടാകുന്ന സമയം, അപ്പൊ ആ സമയത്ത് പ്രത്യേകിച്ച് ആ ഒരു സ്ഥലം, ഈ ഒരു സ്ഥലത്ത് മാത്രം 100% പ്രകൃതി ശാന്തമായിരിക്കും. പക്ഷെ അതിന്റെ ചുറ്റും ഭയങ്കരമായിട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മാതാവിന്റെ സാന്നിധ്യം അവിടെ വെളിപ്പെട്ട് കാണുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. വലിയൊരു വെളിപ്പെടുത്തൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അതുപോലെ ലൂർദില് ബെർണർദത്തേക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നുണ്ട്, ലോകം മുഴുവൻ പാപത്തിന് അടിമത്തത്തിലേക്ക് പോകുന്നു, മുഴുവൻ ആത്മാക്കളെയും തന്നെ സാത്താൻ വല വിരിച്ച്, അവന്റെ വലകൾ വിരിച്ച് അതിൽ പെടുത്തിക്കൊണ്ട് നിത്യ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ മക്കൾ ഇത് അറിയുന്നില്ല, അവർക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം അവരുടെ മുഖത്തൊരു മൂടുപടം വീണിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നീ പരിഹാരം ചെയ്യുക, പ്രാശ്ചിത്തം ചെയ്യുക, നീ പരിഹാരം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കിസ് ദ ഗ്രൗണ്ട്, നീ ഭൂമിയെ ചുംബിക്കുക, പച്ചിലകളൊക്കെ പറിച്ച് കഴിക്കുക, മുഖത്ത് ചെളിവായിരുന്നു, തപസ്സും പ്രാശ്ചിത്യം എടുക്കുക, സുഖലോലുപതയിൽ നിന്ന് മാറി ജീവിക്കാൻ സെന്റ് ബെർണർദിറ്റയോട് മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്. അപ്പൊ തന്നെ ഗാഡലൂപ്പ് മെക്സിക്കോയിലുള്ള, അമേരിക്കയിൽ, അപ്പൊ അവിടെ ഇത് തന്നെയാണ് മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. ഇന്നത്തെ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ട് നിൽക്കുന്ന മെക്സിക്കോയിലുള്ള ഗാഡലൂപ്പ്, അവിടെയും മാതാവ് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന സംഭവങ്ങൾ ഇപ്പോഴും സംഭവിച്ചു. ഇന്ന് ലോകത്തിന്, നമ്മുടെ കേരളത്തിലാണെങ്കിലും ധാരാളം സ്ഥലങ്ങളിൽ മാതാവിന്റെ പ്രത്യക്ഷപ്പെടലുകൾ സംഭവിക്കുന്നുണ്ട്. കേരളത്തിൽ പലയിടങ്ങളിലും ആളുകൾക്ക് മാതാവിനെ കാണാൻ പറ്റുന്നു, മാതാവിന്റെ രൂപങ്ങളിൽ അടയാളങ്ങൾ ഉണ്ടാകുന്നു. മനുഷ്യബുദ്ധിക്ക് അതീതം, പ്രത്യേകിച്ച് റോസാമിസ്റ്റിക്ക മാതാവിലൂടെയാണ് ഈ നാളുകളിൽ ഏറ്റവും കൂടുതൽ വെളിപാടുകൾ നടന്നിട്ടുള്ളത്. അമ്മയുടെ രൂപത്തിലൂടെ ചോര കണ്ണുനീര് ഒഴുകുന്നു, സുഗന്ധ അഭിഷേകങ്ങൾ സംഭവിക്കുന്നു, തേന് ഒഴുകുന്നു, പാല്, തേന്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴുകും. ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ആളുകൾ ചർച്ചകളൊന്നും വെച്ചാലൊന്നും നമുക്ക് കിട്ടത്തില്ല. കാരണം വെച്ചാൽ മനുഷ്യബുദ്ധി കൊണ്ട് ആത്മാക്കൾ കാണാൻ പറ്റത്തില്ല. ആത്മീയ രഹസ്യങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനും തന്റെ ബുദ്ധി ഉപയോഗിച്ച് പഠിക്കാൻ നോക്കരുത്. നോക്കിയാൽ ഒരു ഓപ്പോസിറ്റേ കിട്ടുകയുള്ളൂ. കാരണം വെച്ചാൽ ബുദ്ധി ഉപയോഗിക്കുന്ന സാത്താനാണ്. അഭിഷേകം കൊണ്ട് മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പരിശുദ്ധ ഇതിങ്ങനെയുള്ള രഹസ്യങ്ങൾ നമ്മൾ വിശുദ്ധിയുടെ തലങ്ങളിൽ നമ്മൾ ഉയർന്നെങ്കിൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. എന്റെ ജീവിതത്തിൽ ഞാനൊരിക്കലും മാതാവിന്റെ, ഈ റോസാമിസ്റ്റിക്ക മാതാവിന്റെ രൂപത്തിൽ നിന്ന് ചോര കണ്ണുനീര് വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരെ കണ്ടതാണ്. എന്റെ മുന്നേ വെച്ചാണ് കരയുന്നതും കാണുന്നത്. ശരിക്കും അങ്ങനെയാണ് എനിക്ക് മാതാവിനോട് പ്രത്യേകമായൊരു അടുപ്പം, സ്നേഹം എനിക്ക് അനുഭവപ്പെട്ടത്.
അമ്മയുടെ കണ്ണിലൂടെ ചോര ഞാൻ എന്റെ വിരൽ കൊണ്ടിങ്ങനെ ഞാൻ എടുത്ത് ഞാൻ സ്മെല്ല് ചെയ്യുകയും എന്റെ നെറ്റിയിൽ ഞാൻ കുരിശ് വരയ്ക്കുകയും ചെയ്തു. പല ആളുകൾ ചോദിച്ചു, ഇത് എന്തുകൊണ്ടും റോസമ്മ മാതാവിന് വേണ്ടി ആലയം പ്രതിഷ്ഠിക്കുന്നു പറയുമ്പോൾ ഞാൻ പറയും, എനിക്കുണ്ടായൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് സംഭവത്തിന്റെ കാര്യം. എന്റെ മുറി ഇപ്പോൾ ഞാനൊരു മാതാവിന്റെ രൂപം വെച്ച് ഇപ്പോഴും പ്രയർ ഞാൻ നടത്തുന്നതാണ്. അപ്പൊ അത്രയും മാതാവിന്റെ പ്രത്യക്ഷപ്പെടലുകൾ ഇന്ന് ലോകത്തിൽ ഒത്തിരി നടക്കുന്നുണ്ട്. നടക്കുന്ന എന്തിനാണ്? ശരിക്കും മാതാവിന്റെ പ്രത്യക്ഷപ്പെടലിന്റെ ഏറ്റവും വലിയ അർത്ഥങ്ങളിൽ ഒന്ന് യേശുവിന്റെ രണ്ടാമത്തെ ആഗമനം അടുത്തെത്തിയിരിക്കുന്നതിന്റെ മുന്നറിയിപ്പ് നൽകുന്ന എണ്ണയാണ്. അമ്മ മുന്നറിയിപ്പിന്റെ അമ്മയാണ്. അതാണ് ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ പ്രീസ്റ്റ്. അദ്ദേഹം തുടങ്ങിയ വലിയൊരു മൂവ്മെന്റ് ആണ് MMD, മരിയൻ മൂവ്മെന്റ്സ് ഓഫ് പ്രീസ്റ്റ്. അത് ലോകം മുഴുവൻ വ്യാപിച്ചു. അതില് ഈ വിശുദ്ധനായ വൈദികനോട് നിരന്തരം മാതാവ് ഒന്ന് സംസാരിക്കുക. അതിന്റെ ഗ്രന്ഥമുണ്ട്, മറിയം വൈദികരോട് സംസാരിക്കുന്നു എന്നൊരു വലിയ ഗ്രന്ഥം. അതെന്റെ മലയാളവും ഇംഗ്ലീഷും എന്റെ ഇരിപ്പുണ്ട്. അത് വളരെ പവർഫുള്ളായ ഒരു പുസ്തകമാണ്. അപ്പൊ അതിനകത്ത് മാതാവ് ഈശോയുടെ ദ്വിതീയ ആഗമനം ഇസ് വെരി നിയർ, ഇറ്റ് ഈസ് ക്ലോസ് ടു us. അപ്പൊ അതാണ് ശരിക്കും പറയുന്ന ആളുകളിൽ ഈ ലോകം മുഴുവൻ ഇവാഞ്ചലൈസേഷൻ നടക്കുന്നത്. ശരിക്കും ഒരു പെരുന്നാളിനൊരു കലൊരു മാർപ്പാപ്പ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരുക്കം നടത്തും, നമ്മളെല്ലാവരും ഒരുങ്ങും. വി ഓൾ വിൽ പ്രിപ്പയർ. അപ്പൊ ഇത് പ്രിപ്പറേഷൻ ടൈമാണ്. അത് മറ്റൊരു നൂറ്റാണ്ടിലും ഉണ്ടാകാത്ത വിധം സംഭവിച്ചിരിക്കുന്നത് 1995 ശേഷം, 1995 ശേഷം ഇപ്പൊ നമുക്ക് 20 വർഷമായിട്ട് വളരെ പവർഫുൾ ആയിട്ടാണ് മാതാവിന്റെ പ്രത്യക്ഷപ്പെടൽ നടക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിലും മാതാവിന്റെ പ്രത്യക്ഷപ്പെടൽ ശരിക്കും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കഴിഞ്ഞ നാൾ മറ്റൊരു സ്ഥലമുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടാണ്. സൗത്ത് കൊറിയയിലൊരു സ്ഥലത്ത് അത് ഇപ്പോഴും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊരു വലിയൊരു അനുഭവമായിട്ട് അതൊരു ആയിരക്കണക്കിന് ആളുകൾ ചെല്ലുന്നു, അവിടെ പ്രയർ കഴിയുന്നു, അങ്ങനെ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നു. അവിടെ മെത്രാന്മാരും അച്ഛന്മാരെല്ലാം ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലങ്ങളെല്ലാം തന്നെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത് അവിടെ കുമ്പസാരം എപ്പോഴും ഉണ്ടായിരിക്കണം, അവിടെ വന്ന ആളുകൾ കുമ്പസാരിക്കുക. പശ്ചാത്തലം എന്റെ മാതാവിനോട് ചേർന്ന് നിൽക്കാൻ പറയുന്ന സംഭവമാണ്. മാതാവിനോട് ചേർന്ന് നിൽക്കാൻ പറയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതെന്തിനാണ് ഈ പ്രത്യക്ഷപ്പെടലുകൾക്ക് മീനിങ്? വാട്ട് ഇസ് മീനിങ് ബിഹൈൻഡ്? ബൈബിളിലൂടെ എല്ലാ വെളിപ്പെടുത്തലുകളും നടന്നതല്ലേ? റെവലേഷനുകളെല്ലാം ബൈബിളിൽ പൂർത്തീകരിക്കപ്പെട്ടതല്ലേ? പിന്നെ എന്തിനാണ് ഒരു പ്രത്യേകമായ ഒരു വെളിപ്പെടലിന്റെ ആവശ്യം? ഈ ഒരു പ്രത്യക്ഷപ്പെടലിന്റെ ആവശ്യം നമ്മൾ ചോദിക്കാൻ ചോദ്യങ്ങളും ദൈവശാസ്ത്രന്മാർ ചെയ്യുന്നു. വെളിപാടുകളെല്ലാം പൂർത്തീകരിക്കും. ഇനിയൊരു അപ്പാരിഷന്റെ പ്രത്യേകത എന്ത് പ്രത്യക്ഷപ്പെടും? അതിന്റെ കാരണം വെച്ചാൽ ഇത് ബൈബിളുമായി വളരെയധികം ബന്ധപ്പെട്ടാണ് മാതാവിന്റെ പ്രത്യക്ഷപ്പെടലുകൾ മുഴുവൻ നിൽക്കുന്നത്. അത് ഈശോയുടെ രണ്ടാമത്തെ ആഗമനവുമായി ഏറെ അടുത്ത് നിൽക്കുന്നതാണ്. ഞങ്ങൾക്കൊരുണ്ട് ബൈബിൾ പഠിക്കും. പഴയ നിയമത്തിൽ മോശ ഏറ്റവും അവസാനം ജോഷുവരുണ്ട്. അപ്പൊ ലാസ്റ്റ് സമയം വരുമ്പോൾ അവര് പറയുന്നുണ്ട്, ജോർദാൻ പോയിട്ട് രണ്ടുപേരെ വിട്ട് ജോർദാൻ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് വരാനാണ്. അപ്പൊ കുറെ പേര് പോയിട്ട് അവർ ആപ്പിളും മുന്തിരി പഴങ്ങളും അവിടുത്തെ ഫലങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇവരെ കാണിച്ചപ്പോഴത്തേക്ക് അപ്പൊ അവർക്ക് അതിനോട് ഭയങ്കര സ്നേഹം തോന്നുകയാണ്, താല്പര്യം തോന്നി. അപ്പൊ ഞാൻ പറയും, ഇത് ഈ മാതാവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. കാരണം ഇതിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മാതാവിന്റെ രൂപങ്ങൾ ഒഴുകിയിട്ടുള്ള എണ്ണ ഒഴുകുന്നു, അതുപോലെ തന്നെ എണ്ണയും അതിൽ പാലൊഴുകുന്നു, തേനൊഴുകുന്നു. ഈ പാലും തേനും എന്തെന്നല്ല, ഇത് മാതാവിന്റെ വാത്സല്യം അതല്ല. ശരിക്കും പറഞ്ഞ അതൊരു അടയാളമാണ്, സ്വർഗീയ ജെറുസലേമിനെ കുറിച്ചുള്ള അടയാളമാണ്. മോശയോട് ദൈവം പറഞ്ഞു, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം ഞാൻ നിനക്ക് തരാൻ പോകുന്ന സ്ഥലമാണ്. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം. ശരിക്കും പറഞ്ഞാൽ അതിന്റെ രണ്ടടയാളമാണ് മാതാവിന്റെ രൂപങ്ങളിൽ നിന്ന് ഒഴുകുന്ന തേന്, പാലൊഴുകും. മനുഷ്യർക്ക് വിശ്വസിച്ച് വെറൊരു രൂപമെങ്കിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തേനോത്തിലൊഴുകുന്നു, പാലൊഴുകുന്ന സംഭവമുണ്ട്. ഈ നാളുകളിൽ മലബാറിലൊരു സ്ഥലത്ത് ഇതേ സംഭവം നടന്നിട്ടുണ്ട്. അത് വലിയ രൂപതി സഭയെല്ലാം അംഗീകരിച്ച് ഒഫീഷ്യലായിട്ടുള്ള ലെറ്ററെല്ലാം പുറപ്പെടുവിച്ച് അവിടെ ഇങ്ങനെ തേന് എനിക്ക് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ട്, തേനും പാലും. അപ്പൊ അത് മാതാവ്, അത് സമയമടുത്തു എന്നുള്ളതാണ് അർത്ഥം. വി ആർ വെരി ക്ലോസ് ടു ദ എൻഡ് ടൈംസ്. നമ്മൾ യുഗാന്ത്യത്തിന്റെ, ലോകാവസാനത്തിന്റെ അടുത്തെത്തുന്നു. ആ സമയത്ത് ലോകത്തിൽ പീഡകൾ കൂടുതൽ. ഈശോത് ഉഗ്ര പീഡനങ്ങളുടെ കാലം. ഉഗ്രപീഡനം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധങ്ങൾ, അതല്ല, അതൊക്കെ ഒരു ഭാഗം. ഇതിന്റെയൊക്കെ ഒരു മറ്റൊരു അടയാളമാണ് ശരിക്കും പറഞ്ഞാൽ ISSന്റെ ഒക്കെ പ്രശ്നങ്ങൾക്ക്.
ഇതെല്ലാം തന്നെ തീവ്രവാദം. ഇത് മുഴുവൻ ഇതൊരു മനുഷ്യനെ കൊന്നൊടുക്കാൻ വേണ്ടി മനുഷ്യങ്ങനെ ചാവേറുകൾ ഇറങ്ങുന്നത് മുഴുവൻ ഈവിൾ സ്പിരിറ്റ്. ഇത് മുഴുവൻ ഇറങ്ങി. ഇതിനേക്കാളും വരാൻ പോകും നമ്മുടെ കുടുംബങ്ങളെ തകർക്കണം. കാരണം എല്ലായിടത്തും ഇത് മൂല്യച്യുതികൾ ഉണ്ടാകും, എല്ലായിടത്തും അരാജകത്വം രാഷ്ട്രത്തിലുണ്ടാകും, രാഷ്ട്രീയ അധികാരികളുടെ ഉണ്ടാകും, സമൂഹം എല്ലാ രാജ്യവും. ഏറ്റവും പവർഫുൾ എന്ന് പറയുന്ന രാജ്യത്തായിരിക്കുന്ന ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടെന്ന് പറയുന്നവർ തോറ്റു വീഴുന്ന സംഭവം. അമേരിക്കൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഏറ്റവും ടോപ്പ് റാങ്കിൽ നിന്ന രാജ്യങ്ങളൊക്കെ ഇന്ന് അവർക്കൊന്നും ചെയ്യാൻ തന്നെ അറിഞ്ഞുകൂടാത്തൊരവസ്ഥയാണ്. They are really afraid of everything. എല്ലാത്തിനും അവർ പേടിച്ച് കഴിയുന്നൊരു സംഭവമാണ്. അപ്പൊ നമ്മളൊക്കെ ഈ നാളുകളിൽ അവിടെയൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ നമുക്കൊരു പേടിയുണ്ട്. കാരണം വെച്ചാൽ അവരും സൊസൈറ്റി അതുപോലെ ഭയത്തിനടിമപ്പെട്ട് കഴിയും. അപ്പം ലോകം മുഴുവൻ തന്നെ തകർച്ചയുടെ നാളുകൾ പോവുകയാണ്. അപ്പൊ ഈ സമയത്ത് സാത്താൻ അവന്റെ വല വീശിക്കൊണ്ട് ആത്മാക്കൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് ഇവൻ എല്ലാത്തിനും തുറവി കൊടുക്കും. സെക്സ് ലോകം വർദ്ധിപ്പിക്കപ്പെടും, മദ്യം അത് മാക്സിമം വരും. അതുപോലെ കുടുംബത്തിൽ റെസ്പെക്ട് നഷ്ടം, മാതാപിതാക്കൾ ഒന്ന് എഴുതി വെച്ചിട്ടുള്ള മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള വിശ്വസ്തത നഷ്ടപ്പെട്ടു. വിശ്വസ്തത വെച്ച് കഴിഞ്ഞാൽ ഒരു സത്യസന്ധത, ആത്മാർത്ഥത നഷ്ടപ്പെട്ടിട്ട് വെറും ജഡത്തിന് വേണ്ടി ജീവിക്കുന്നു. ശരീരത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ സുഖം മാത്രം തേടുന്നൊരവസ്ഥ. കണ്ണുകളുടെ സുഖം, കണ്ണിന് ഇഷ്ടപ്പെട്ടതെല്ലാം കൈക്കലാക്കണമെന്നുള്ളതൊക്കെ. കേൾക്കുന്നതെല്ലാം കേൾവി സുഖമുള്ളത് മാത്രം, എനിക്ക് സുഖം നൽകുന്ന ജഡിക സുഖങ്ങൾ നൽകുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ചെവികളായിട്ട് നമ്മുടെ ചെവികൾ മാറും. ജഡിക സുഖങ്ങൾ സ്വീകരിക്കുന്ന കണ്ണുകളായിട്ട് നമ്മുടെ കണ്ണുകൾ മാറും. അധരങ്ങളെല്ലാം അതിനുവേണ്ടി അങ്ങനെ അധപ്പതിക്കുന്നൊരവസ്ഥ വരും. അവിടെ സയൻസൊക്കെ ഇതെല്ലാത്തിനും സയൻസും എല്ലാം കയറി വരും. അപ്പൊ ഇത് വളരെയധികം തീവ്രമായ പ്രശ്നങ്ങളുടെ ഒരു കാലമായിട്ടാണ് റോസാമിശിക്ക മാതാവ് വെളിപ്പെടുത്തി. മുഴുവൻ പ്രശ്നം ഇവിടെ പണമുള്ളവന് പ്രശ്നം ഉണ്ടാകും, വിദ്യാഭ്യാസമുള്ളവനും പ്രശ്നം, സ്ഥാനമാനത്തിരുന്നാലോ എവിടെ ഇരുന്നാലും പ്രശ്നം. അതായത് ഫറവോയുടെ കാലത്ത് ഈ തവള പെരുകുമ്പോൾ, പേൻ പെരുകുമ്പോൾ, അനർത്ഥമുണ്ടാകുമ്പോൾ അത് രാജാവിന്റെ കിടക്കപ്പായയിൽ ഉൾപ്പെടെയാണത് കയറിപ്പിടിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഈ ചിന്മയുടെ ശക്തി എല്ലാ ഭവനങ്ങളിലും കയറിപ്പറ്റുന്നു. ഏത് സുഖത്തിൽ കഴിയുന്ന വ്യക്തിക്കും അവിടെ അവൻ ഉറങ്ങാൻ പറ്റാത്ത രാത്രികൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. കുടുംബത്തിൽ മാതാപിതാക്കൾ ഡിവോഴ്സുകളൊക്കെ വർദ്ധിക്കപ്പെടും. അത് സ്റ്റെഫാനോ ഗോപിയുടെ മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ മാതാവ് അച്ഛന് സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് പ്രത്യക്ഷപ്പെടുമ്പോൾ മുഴുവൻ തകർച്ച. അതൊരു അരാജകത്വത്തിന്റെ അത് ഈശ്വരനെ ഉഗ്ര പീഡനം ലോകത്തുണ്ടാവും. ഈ സമയത്താണ് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടൂ എന്ന് പറഞ്ഞത്. ഇവിടെയാണ് സഹനശക്തി, ദൈവജനത്തിന്റെ സഹനശക്തി ആവശ്യമുള്ളത്. ഈ സമയത്താണ് നിശബ്ദത പാലിച്ചിരിക്കേണ്ടത്. നമ്മൾ എവിടെ നോക്കിയാൽ അവിടെ ഇൻപെർഫെക്ഷൻ, അതായത് പൂർണ്ണതയില്ലായ്മ, അപൂർണതകളുടെ ഒരു വലിയ സംഭവം നമ്മൾ കണ്ടുമുട്ടും. അപ്പൊ ഇതൊരു അനർത്ഥങ്ങളുടെ കാലഘട്ടമാണ്. ഒരുപാട് അപകട മരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടുണ്ട്. അതായത് മക്കളൊക്കെ ഇങ്ങനെ മദ്യപിച്ചും കഞ്ചാവെടുത്തും മരിച്ചു വീടുന്നത് കണ്ടുവരും. ഒരുപാട് പെൺകൊച്ചുങ്ങൾ നശിപ്പിക്കപ്പെടുന്നത് നമ്മൾ കണ്ടുവരും. ഇത് മുഴുവൻ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരു ഭീകരത പിടിച്ച കാലം. ഇതിൽ നിന്ന് ഇത് കുറയില്ല. ഓരോ വർഷം കഴിയുമ്പോൾ ഇതിന്റെ ഗ്രാവിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ട് അച്ഛൻ പറഞ്ഞ ഇത് വളരെ ഭീകരത നിമിഷം. അതുകൊണ്ടാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാം, മക്കളെ നിങ്ങൾ എന്റെ ആളോട് ചേർന്ന് നിൽക്കും, എന്നോട് ചേർന്ന് നിൽക്കും, നിങ്ങൾക്ക് ഉദാസ ജീവിതം നയിക്കും. ഈ സമയത്ത് ഈ മാതാവിനോട് ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധ അമ്മ പറയാം, എന്നോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ നീതിവിധിയാളനായ ക്രിസ്തുവിന്റെ കരുണ നിങ്ങളിലേക്ക് ഒഴുകപ്പെടുമെന്ന് പറയുകയാണ്. ഈ സമയത്ത് അമ്മയുടെ മധ്യസ്ഥതയോടെ പറയും. ലുക്ക വരച്ച അനേക ചിത്രങ്ങളിൽ ഏറ്റവും പറയുന്നത് ഈ മാതാവിനെ കുറിച്ചുള്ള ചിത്രം, ഈശോയെ കുറിച്ചുള്ള ചിത്രം നിങ്ങൾ പക്ഷെ കണ്ടിട്ടുണ്ട്. നിത്യസഹായ മാതാവിന്റെ ഫോട്ടോയിൽ കാണാൻ പറ്റും. ഈ ഉണ്ണീശോ വന്നിട്ട് പേടിച്ച് വന്ന് മാതാവിന്റെ തോളയിൽ വന്ന് കയറുമ്പോൾ ആ ചെരുപ്പ് ഇങ്ങനെ ഊരിപ്പോകുന്നൊരു സംഭവമാണ്. അതിന്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ചെറുപ്പത്തിൽ ഉണ്ണീശോ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പൈശാചിക ശക്തികൾ വന്നിട്ട് ഈശോയെ ഉപദ്രവിക്കാൻ വരുമ്പോൾ പേടിച്ചോടുന്ന ഈശോ നേരെ പോയി കയറുന്നത് ആരുടെ പടിയിലോട്ടാണ്? ആരുടെ മാതാവിന്റെ പടി പിടിക്കുക. അവിടെ പിടിച്ചു നിന്നു. അപ്പോൾ അമ്മ നിന്നത് കൊണ്ട് സാത്താന്റെ ശക്തി അവിടുന്ന് ഓടി മാറുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ നാളുകളിൽ ഞാനും നിങ്ങൾ ഈ അവസരത്തിൽ ഓടേണ്ടത് ആരുടെ അടുക്കിലേക്കാണ്? മാതാവിന്റെ തോളിൽ ഒന്ന് കയറണം. അമ്മ എന്നെ കാത്തുകൊള്ളണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കണം.
അതാണ് ഇതിന്റെ എല്ലാം രഹസ്യത. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ലൂർദിൽ ചെന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവിടെ ഇങ്ങനെ ലൂർദിലെ ഈ ഗ്രോട്ടോയിൽ ഇങ്ങനെ രാത്രിയും പകലും ആളുകൾ വന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് പെരുമഴ പെയ്യുമ്പോൾ അവരിങ്ങനെ കൊടയൊക്കെ ചൂടിക്കൊണ്ട് 4, 5, 8 മണിക്കൂർ നല്ല തണുപ്പാണ്. അവിടെ ഇങ്ങനെ എല്ലാവരും സെറ്ററൊക്കെ ഇട്ട് അടങ്ങിയിരുന്ന് ആളുകളിരുന്ന് മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. അത് രാഷ്ട്രങ്ങളും രാഷ്ട്രീയ അധികാരികളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഈ സമയത്ത് മാതാവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് നമ്മളേറെ തയ്യാറാക്കണം. പ്രസലോഷ് സമയം അടുത്താണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ. അതുകൊണ്ട് ഇപ്പൊ ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങളും ശുശ്രൂഷ നടക്കുന്നത് നിങ്ങൾ ഇന്ന് ചിന്തിക്കണം, ആഴത്തിൽ ചിന്തിക്കണം. ഇതൊരു വെളിപാടാണ്. ഒരു ആളുകളെ ആശ്വസിപ്പിക്കുവാനോ ആളുകളെ പ്രശ്നം തീർക്കാനോ ഉള്ളൊരു വേദിയല്ല ഇത്. അതിലുപരി വലിയൊരു അടയാളമുണ്ട്. ഇതൊരു അതാണ് യോഹന്നാൻ യേശുവിന്റെ അത്ഭുതങ്ങളെ കാണുന്ന അടയാളങ്ങളാണ്, ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ. എന്താണ് ഇതിന്റെ അടയാളത്തിന്റെ പ്രത്യേകത? എന്താണ്? ചരിത്രം പഠിക്കുമ്പോൾ AD 29 ഈശോയുടെ മരണവും ഉത്ഥാനവും പെന്തക്കോസ്തായി നടക്കുന്നത്. AD 29 അതിനുശേഷം കാണുന്ന 40 വർഷം, അത് AD 70 വരെയുള്ള കാലഘട്ടം. ടൈറ്റസ് ചക്രവർത്തി വന്നിട്ട് റോമൻ സാമ്രാജ്യം ആക്രമിച്ച ഇസ്രായേൽ ദേശം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന സംഭവമുണ്ട്. അപ്പൊ അതുവരെ 40 വർഷമാണ് സഭയിൽ ഏറ്റവും കൂടുതൽ വരങ്ങളും ദാനങ്ങളും പെയ്തിറങ്ങിയ കൊറിന്ത്യൻ സഭയിലൊക്കെയാണ് ഈ ഭാഷാവരം, രോഗശാന്തിവരം, അത്ഭുതവരം, അടയാളവരം കൊടുക്കുക. ഈ വരങ്ങൾ കൊടുത്ത് എന്തിനാവശ്യം? വരങ്ങൾ കൊടുത്തവരെ അനോയിന്റ് ചെയ്ത് ഇവര് ലോകം മുഴുവൻ പോയിട്ട് യേശുവിനെ പ്രഘോഷിക്കാനും പോകുന്ന വഴി യേശു ഇങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ശക്തി ദൈവം കൊടുക്കുക. അങ്ങനെ ആ ഒരു പവർ പരിശുദ്ധമാവൻ അനോന് കൊടുത്തിട്ട് സഭയെ നയിക്കാൻ കൊണ്ടുപോകും. സഭയെ പണിതുയർത്തുക, സഭയെ നട്ടു വളർത്തുക, എല്ലാ റോളും അതിനകത്ത് വരുന്നുണ്ട്. അത് കൊടുക്കുകയാണ്. അതിനുശേഷം അതേ ഒരു അനോയിന്റിങ് പിന്നെ ചരിത്രത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് ഈ സമയത്ത് മാത്രം. 1964 സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞതിന് ശേഷം, സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ആദ്യം ഒന്നാം വത്തിക്കാൻ കൗൺസിൽ നടക്കുമ്പോൾ യോഹന്നാൻ 23 മാർപ്പാപ്പ ആദ്യത്തെ ബലിയിൽ, സിസ്റ്റൈൻ ചാപ്പൽ വെച്ച് നടത്തുന്ന ബലിയിൽ 50,000-ഓളം മെത്രാന്മാര് നിൽക്കുമ്പോൾ ബലിയർപ്പിക്കുമ്പോൾ ആദ്യം മെത്രാന്മാരോട് പറയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം, അതായത് പുതിയൊരു പെന്തക്കോസ്ത ഉണ്ടാകണം. ന്യൂ പെന്തക്കോസ്ത, അത് വീണ്ടും അതുപോലത്തെ ഒരു അനോയിന്റിങ് സഭയിലേക്ക് ഒഴുകപ്പെട്ടിട്ട് അങ്ങനെ സഭ മുഴുവൻ നവീകരിക്കപ്പെടണം, സഭ മുഴുവനും വിശുദ്ധീകരിക്കപ്പെടണം. യേശുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിനായിട്ട് സഭ മുഴുവൻ ഒരുങ്ങണം, സഭ ദൈവജനം മുഴുവൻ ഒരുക്കപ്പെടണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നോക്കിയാൽ നടക്കില്ല, ആത്മാവിന്റെ ഒരു പ്രവർത്തനം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ പ്രാർത്ഥിക്കുന്ന സംഭവം. അതിന്റെ ഒരു ഫലമാണ് ഇതിനുശേഷം സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലും. അത് കഴിയുന്നതോടെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കാരിസ്മസ് വരങ്ങൾ എന്ന സംഭവം, വരങ്ങൾ ആളുകൾ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങുന്ന പുസ്തകം. വരങ്ങൾ പൊട്ടിമുളയ്ക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. 1972 മുതൽ 75 മുതൽ കാലങ്ങൾ കേരള സഭയിലേക്ക് ഇത് വരികയാണ്. കേരള സഭയിൽ എന്റെ ഏറ്റവും കൂടുതൽ പരിശുദ്ധമായ വരങ്ങളും പൊട്ടിമുളച്ച് വളർന്നത് 1990 മുതലുള്ള കാലഘട്ടങ്ങൾ നോക്കുമ്പോഴാണ്. ഇപ്പോൾ ഈ ഏറ്റവും ഡെലിവറൻസ്, വീട്ടിൽ പൈശാചിക ശക്തി ആക്രമിക്കാനുള്ള, അതിനെ കീഴ്പ്പെടുത്താനുള്ള വരമാണ് ഇപ്പോൾ സഭയ്ക്ക് ദൈവം കൂടുന്നത്. അതിന് കാരണമുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഒരു വചനം വായിച്ചാൽ നിങ്ങൾക്ക് വെച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ലോകാവസാന യുഗാന്ത്യവുമായിട്ട് ബൈബിളിലെ ഏറ്റവും വലിയ വചനമാണ് ദാനിയേലിന്റെ പുസ്തകം 12:1 പറയും, അക്കാലത്ത് മഹാപ്രഭുവായ മിഖായേൽ ഉണർന്ന് എഴുന്നേൽക്കും. അക്കാലത്ത് മഹാപ്രഭുവായ ആരാണ്? മിഖായേൽ ഉണർന്ന് എഴുന്നേൽക്കും എന്ന് പറയാണ്. അത് വലിയ അപ്പോൾ അതൊരു ശരിക്കും ഒരു മിഖായേലിന്റെ വരമാണ്, മിഖായേലിന്റെ പ്രവർത്തനമാണ്. ദാനിയേലിന്റെ പുസ്തകത്തിന്റെ ഒരു വചനമാണ്. സ്ഥലമായിട്ട് പറഞ്ഞ യേശുവേ നന്ദി ഒക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അക്കാലത്ത് നിന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ജനത രൂപം പ്രാപിച്ചത് മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും. ഞാനിന്ന് ഒരു ദിവസം ആളുകളെ കണ്ടുമുട്ടുമ്പോൾ കഷ്ടത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലൊന്നുമല്ല. ഭയങ്കര പ്രതിവിഷമങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് നിറഞ്ഞ് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ മേലാത്ത, എന്ത് തീരുമാനമെടുത്താലും തെറ്റിപ്പോകുന്നൊരവസ്ഥ. വലിയ കഷ്ടതയുണ്ട് പറയാം. എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും.
ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും. എഴുതിയാണ്, ഈ സമയത്താണ് ഭൂമിയിൽ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും. പുനരുത്ഥാനത്തെ കുറിച്ച് പറയാം. ചിലർ നിത്യജീവനായും, ചിലർ ലജ്ജയ്ക്കും ചിലർ നിത്യജീവൻ സ്വർഗം നേടാനും, ചിലർ നിത്യലജ്ജയ്ക്കും, ചിലർ നിത്യനാശ നരകാഗ്നിയിലേക്ക്. അത് വിധിയുടെ സംഭവം ഉണ്ടാകാൻ പോകും. ഇത് ദാനിയേലിൽ വളരെ വ്യക്തതയോടെ എഴുതി വെച്ചിരിക്കുക. ജ്ഞാനികൾ ആകാശവിധാനത്തിലെ പ്രഭ പോലെ വിളങ്ങും, അനേകരെ നീതിയിലേക്ക് നയിക്കുന്ന നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും പ്രകാശിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് വലിയ അടയാളം. അപ്പൊ ഈ നാളുകൾ ഇപ്പോൾ ബഹിഷ്കരണ ശുശ്രൂഷകൾ സഭയിൽ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? സ്പിരിറ്റ് ഭയങ്കരമായിട്ട് മനുഷ്യനെ ആക്രമിക്കുന്നു. ഞാൻ ഭിന്നിച്ചു നിൽക്കുന്ന കുടുംബങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അല്പനേരം 5-10 മിനിറ്റ് നേരം പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് അവരിൽ ട്രമൻഡസ് ചേഞ്ച്. അവർ മാറി. അവരെ ശരിക്കും ഡിവോഴ്സിന് ഉറപ്പിച്ച് ഒപ്പിടാൻ വേണ്ടി നിൽക്കുമ്പോൾ വന്ന് പ്രയർ കഴിയുമ്പോൾ ഇവര് ആദ്യ കല്യാണം കഴിച്ചപ്പോൾ മൈൻഡ് എങ്ങനെയാണ് അതുപോലെ മാറുകയാണ്. അത് വളരെ വ്യക്തതയോടെ കാണുന്നതാണ്. ചില രോഗങ്ങളുടെ ഉള്ള മക്കളുടെ മേൽ കൈകൾ വെച്ച് കഴിയുമ്പോൾ രോഗം അപ്രത്യക്ഷമാകുന്നത് കാണുകയാണ്. കഴിഞ്ഞ ആദ്യ ശനിയാഴ്ച ഒത്തിരി മുറകളുണ്ടായിട്ടുണ്ട്. ഇന്ന ദിവസം അത് സാക്ഷ്യപ്പെടുത്താനും അതില്ല. അടുത്ത ആദ്യ ശനിയാഴ്ച മാത്രമേ അത് സാക്ഷ്യപ്പെടുത്തൂ. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കണം. വീടുകളിൽ ജപമാല മുടങ്ങരുത്. മാതാവിന്റെ രൂപം നിങ്ങളുടെ വീട്ടില് ഏതെങ്കിലും നല്ലൊരു ഭാഗത്ത് മുഴുത്തൊരു രൂപം നിങ്ങൾ അലങ്കരിച്ചു വെക്കുക. എന്നിട്ട് അമ്മയുടെ അടുത്തിരുന്ന് എപ്പോഴും പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ നിർത്തിപ്പാണ്. അല്ലെങ്കിൽ നമ്മളാരും പിടിച്ചാലൊന്നും മക്കളെയൊന്നും ഇനി പിടിച്ചു കെട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നമ്മളാരേലും പറഞ്ഞാൽ ആ പറയുന്ന വരയിൽ കുഞ്ഞുങ്ങളിൽ നിന്ന് നിൽക്കത്തില്ല. നമ്മളാരും ചിന്തിക്കുന്നിടത്ത് നമ്മുടെ ജീവിത പങ്കാളി നിൽക്കില്ല. നമ്മളാരും ചിന്തിക്കുന്നിടത്ത് നമ്മുടെ മാതാപിതാക്കൾ നിൽക്കത്തില്ല. നമ്മളാരും പറയുന്ന നമ്മുടെ വൈദികർ പോലും നിൽക്കത്തില്ല. നമ്മളാരും പറയുന്നിടത്ത് ആരും നിൽക്കില്ല. ഇവിടെ ആരുടെ ഇടപെടലുണ്ടാകണം? പറഞ്ഞേ, ദൈവത്തിന്റെ ഇടപെടലുണ്ടാകണം. അതിന് നമ്മൾ സഹായിക്കാൻ ആർക്കെ പറ്റുള്ളൂ? പറഞ്ഞേ, മാതാവിന്റെ മധ്യസ്ഥം. അത് മാതാവിന്റെ മധ്യസ്ഥം നന്നായിട്ട് നേടുക. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങളുടെ അടുക്കിലേക്ക് വരണം, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വരണം, ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കണം. യേശുവേ നന്ദി. എന്നാൽ ഈ ആളുകൾ കുറെ യുവാക്കൾ യുവതികളുടെ തകർച്ചകൾ ഞാൻ കേട്ടു. ഇത്ര സങ്കടം വന്നുപോയി. ഇത്തിരി സങ്കടം. ഈ ദിവസങ്ങൾ തന്നെ 1-2 സംഭവങ്ങൾ ഭയങ്കരമായിട്ട് വേദനിച്ചു പോയി. ഈ ഈവിൾ സ്പിരിറ്റ് ഇവരെ കൊണ്ട് പോവുകയാണ്. ഇവരെ പൊസസ് ചെയ്യാണ്. അവരിൽ അത് ആ തലത്തേക്ക്. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ സമയത്ത് നിങ്ങൾ മാതാവിന്റെ മധ്യസ്ഥത കുരിശിൽ നിന്നുകൊണ്ട് കർത്താവ് അവസാനം ഏറ്റവും അവസാനം നമുക്ക് നൽകിയ അനുഗ്രഹം, സമ്മാനം അതാരാണ്? പരിശുദ്ധ അമ്മയാണ്. തന്റെ മരണത്തിന് തൊട്ടു മുമ്പ് ഈശോ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം സഭയുടെ പ്രതീകമാണ് യോഹന്നാൻ. യോഹന്നാൻ നമ്മളെല്ലാവരുടെയും പകരക്കാരന്. യോഹന്നാന്റെ ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. സ്ത്രീയെന്ന് വിളിച്ച് എന്തുകൊണ്ട്? ചില പെന്തക്കോസ്റ്റലൊന്നും ഒരിക്കലും നിങ്ങൾ സ്വീകരിച്ചേക്കരുത്. പെന്തക്കോസ്റ്റൽ ടീച്ചിങ്സ് അത് സഭയ്ക്കും വിശ്വാസ സത്യത്തിനും വിരുദ്ധമാണ്. കേട്ടുകഴിഞ്ഞാൽ ശരിയെന്ന് തോന്നും. കേട്ടുകഴിഞ്ഞാൽ ഇമ്പകരം. 100% തെറ്റാണ്. അവിടെ സ്ത്രീയെ എന്ന് പരിശുദ്ധ അമ്മയെ വിളിച്ചത് അമ്മ ഈശോയുടെ അമ്മയാണ് പരിശുദ്ധ അമ്മ. ദൈവമാതാവാണ് പരിശുദ്ധ അമ്മ. അമ്മയെ സ്ത്രീ എന്ന് വിളിച്ചതിന് അർത്ഥമുണ്ട്. കാരണം ആദം ഹൗവ, ഈ യോഹന്നാൻ മുഴുവൻ എടുത്തു, യോഹന്നാന്റെ സുവിശേഷം മുഴുവനോടെ വായിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ആദ്യത്തെ ഹൗവ, ആദ്യത്തെ ഹൗവ അത് സ്ത്രീയാണ്. നീ സ്ത്രീ എന്ന് പറഞ്ഞ അവിടെ അവളാണ് ആദ്യത്തെ സ്ത്രീ. ഹൗവ, ദ ഫസ്റ്റ് വിമൻ, ദ ഫസ്റ്റ് മാൻ ആൻഡ് ഫസ്റ്റ് വിമൻ, ആദം ആൻഡ് ഈവ്. അപ്പൊ ഹൗവ ആദ്യത്തെ സ്ത്രീയാണ്. അപ്പൊ അവൾ ലോകത്തിലേക്കും നമ്മളിലേക്കും പാപത്തെയും സാത്താനെയും മരണത്തെയും വിതച്ചു. അവളിലൂടെ വന്നത് പാപവും മരണമാണ്. അവൾ നമുക്ക് തന്നത് നാശമാണ്. ആദ്യത്തെ ഹൗവ ലോകം മുഴുവനെയും സാത്താന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി. ആദ്യത്തെ സ്ത്രീ. അപ്പൊ അവളിലൂടെയാണ് ജനത മുഴുവൻ ഉണ്ടായത്. ലോകം മുഴുവൻ മനുഷ്യ മക്കളും ജനിച്ചത് അവളിലൂടെയാണ്. പക്ഷേ അത് കാൽവരി കുന്നിലെ കുരിശു മരണത്തിന്റെ വേളയിൽ
അവളുടെ കാലഘട്ടം അവസാനിച്ചു. യേശു കുരിശിൽ മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരിച്ചതുകൊണ്ട് അവൻ ജീവന്റെ വൃക്ഷമായിട്ട്, ജീവന്റെ ഉറവയായിട്ട്, യേശുക്രിസ്തു ജീവന്റെ ഫലമായിട്ട് ഗാഗുൽത്താമലയിൽ കുരിശിൽ 3 ആണുകൾ തൂങ്ങിക്കിടക്കുക. ഞാൻ പറയും, ഏദൻ തോട്ടത്തില് വിലക്കപ്പെട്ട കനി, അതായത് ആ ഒരു വൃക്ഷമുണ്ടല്ലോ, ആ വൃക്ഷത്തിന്റെ ഫലം ഇങ്ങനെ അതിൽ തൂങ്ങിക്കിടക്കുന്നില്ലേ, പഴങ്ങൾ തൂങ്ങിക്കിടക്കുന്നു, കാണാൻ കൗതുകരമായ പഴങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. അതെടുത്ത് മനുഷ്യന് കൊടുത്ത് മനുഷ്യനെ സാത്താന് അടിമകളാക്കി ആദ്യത്തെ അമ്മ സമർപ്പിച്ചെങ്കിൽ രണ്ടാമത്തെ സ്ത്രീയെ നിൽക്കുന്നത് കുരിശിന്റെ ചുവട്ടിൽ, ജീവന്റെ വൃക്ഷമായ കുരിശിൽ, അതിന്റെ ഫലമായ ജീവന്റെ വൃക്ഷം തൂങ്ങിക്കിടക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവിനെയാണ് അമ്മയെടുത്ത് നമുക്ക് തരുന്നത്. രണ്ടാമത്തെ അമ്മ നമുക്ക് ജീവൻ തരുന്ന രണ്ടാമത്തെ സ്ത്രീ, അത് പരിശുദ്ധ അമ്മ. അത് സ്ത്രീ എന്ന് പറയാമെങ്കിൽ ഇനി ഇവളാണ് എല്ലാവരുടെയും അമ്മ. ആദ്യത്തെ സ്ത്രീ ആയിരുന്നു എല്ലാവരുടെയും അമ്മ. പക്ഷെ യേശുവിൽ മാമോദീസ സ്വീകരിച്ചു കഴിയുമ്പോൾ, സഭയുടെ അംഗമായി തീരുമ്പോൾ, ഇനി നിന്റെ അമ്മ പരിശുദ്ധ അമ്മ, ആദ്യത്തെ രണ്ടാമത്തെ സ്ത്രീ, ആ സ്ത്രീയിൽ നിന്നാണ് എല്ലാവരും ജനിക്കുന്നത്, എല്ലാ മക്കളും. അതുകൊണ്ട് പരിശുദ്ധ അമ്മ നിന്റെ അമ്മയായിരിക്കണം. യേശുവേ നന്ദി. യോഹന്നാൻ ആ നിമിഷം പരിശുദ്ധ അമ്മയെ തന്റെ അമ്മയായി ഭവനത്തിൽ സ്വീകരിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് ശാരീരിക ജന്മം നൽകിയ അമ്മ അവിടെ ഉണ്ട്. അതുകൂടാതെ ഒരമ്മയും കൂടെ കൊടുത്തു. ആരെയാണെന്ന് പറഞ്ഞേ? പരിശുദ്ധ അമ്മ. പറഞ്ഞേ ഹല്ലേലൂയ. ഇതുപോലെ ഓരോ ക്രിസ്ത്യാനിക്കും ഒരമ്മ കൂടിയുണ്ട്. ആരാണെന്ന് പറഞ്ഞേ? പരിശുദ്ധ അമ്മയാണ്. ആ അമ്മ നിന്റെ സ്വന്തം അമ്മയാണ്. ആ അമ്മയോട് ചേർന്ന് നിൽക്കണം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം, പാവത്തിന്റെ കാലഘട്ടം, നമ്മളെ തകർക്കും. ഇന്ന് നന്മയായതിനെ തകർക്കാൻ വേണ്ടി സാത്താൻ സകല ഉരുപ്പടിയിലെടുത്തിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചു, തിന്മയെ നശിപ്പിക്കാനല്ല സാത്താൻ ആയുധമെടുത്തിരിക്കുന്ന മുഴുവനും എവിടെയെങ്കിലും നല്ല കുട്ടി ഉണ്ടെങ്കിൽ അവനെ നശിപ്പിക്കാൻ, ഏതെങ്കിലും വീട്ടിലൊരു നല്ലൊരു കുടുംബജീവൻ നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ, എവിടെയെങ്കിലും ഒരു നല്ല വൈദികനുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ, എവിടെയെങ്കിലും ഒരു നല്ല സിസ്റ്റർ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ, എവിടെയെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആളെ നശിപ്പിക്കാൻ, ആരെങ്കിലും സുവിശേഷ വേല ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ നശിപ്പിക്കാൻ, ആരെങ്കിലും വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് ടാർജറ്റിട്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ആരെ മുറുകെ പിടിക്കണം? പറഞ്ഞേ പരിശുദ്ധയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കണം, അമ്മയുടെ മധ്യസ്ഥം തേടി. അത് മാത്രമേ ഉള്ളൂ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രതിവിധി. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എപ്പോഴും ജപമാല ചൊല്ലുമായിരുന്നു. മദർ തെരേസ എപ്പോഴും ജപമാല ചൊല്ലുമായിരുന്നു. എല്ലാ വിശുദ്ധരുടെയും ജീവചരിത്രങ്ങളും ജപമാല ചൊല്ലുമായിരുന്നു. വിശുദ്ധ ഡൊമിനിക്, എന്റെ വിശുദ്ധൻ സെന്റ് ഡൊമിനിക്കിന്റെ ജീവചരിത്ര സംഭവമുണ്ട്. അതിനകത്ത് ഇങ്ങനെയാണ് ചരിത്രം. 14,000 പൈശാചിക ശക്തികളാൽ നിറഞ്ഞ ഒരു പൈശാചിക ബാധിതനായ ഒരാളെ ഈ സെന്റ് ഡൊമിനിക്കിന്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ സെന്റ് ഡൊമിനിക്ക് ചെയ്യുന്നത് ഒരു കാര്യമുണ്ട്. ഈ തന്റെ കൈവശം വരുന്ന ജപമാല എടുത്തിട്ട് ഈ പിശാചി ബാധിതന്റെ കഴുത്തിലോട്ടിടുക. ഇടുമ്പോഴേക്ക് ഇത് കിടന്ന് അലറുകയാണ്. ആ സമയത്ത് സെന്റ് ഡൊമിനിക്ക് ഇതിനോട് ചോദിക്കും, നരകത്തിൽ ഉള്ള നിങ്ങൾ, പിശാചുക്കളായ നിങ്ങൾ ഏറ്റവും അധികം ഭയപ്പെടുന്ന ആരെയാണ്? പറയല, ഒരു കാരണവശാലും പറയല. ഇത് മുണ്ടോണ്ട് മണിക്കൂറുകളപ്പോഴത്തേക്കും മാതാവിനെ വിളിക്കുകയാണ് ഈ വിശുദ്ധ ഡൊമിനിക്ക്, പരിശുദ്ധ അമ്മയെ വിളിക്കുക. അപ്പോൾ അമ്മ പെട്ടെന്ന് വരുന്നുണ്ട്. അമ്മ വന്നിട്ട് ഈ സാത്താനോട് പറയുന്നതായിട്ട് ഇത് കാണാം, സെന്റ് ഡൊമിനിക്കിനെ കാണാം. സാത്താൻ സംസാരിക്കണം, സ്പീക്ക് ഔട്ട്. അപ്പോൾ കരഞ്ഞോട് ഒരിക്കലും പറയിപ്പിക്കരുത്. വീണ്ടും പറയുന്നത് ആകെ പേടിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. അമ്മ അത്ര ശക്തിയുണ്ടെന്നാണ്. അമ്മ യേശുവിന്റെ മുമ്പിൽ പറഞ്ഞാൽ എന്തും നടക്കുമെന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മ യേശുവിന്റെ മുമ്പിൽ എന്ത് സമർപ്പിച്ചാൽ ഏത് പാപിയെ വേണമെങ്കിലും കരകയറ്റാൻ ആർക്ക് പറ്റും? പരിശുദ്ധമ്മയ്ക്ക് പറ്റും. നീതിവിധിയാളനായ തമ്പുരാന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയുള്ള, ഭൂമിയിൽ ഏറ്റവും യോഗ്യതയുള്ള ആളാണ് അമ്മ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഞാൻ ഈ ആലയം പരിശുദ്ധമ്മയ്ക്ക് അയച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ഇത്രയും മിറക്കൾ നടക്കുന്നത് മാതാവിടെ ഉണ്ട്. അമ്മ ഈശോയോട് പറയും, ഈശോ തന്റെ ശക്തിയും കൃപയും ഒഴുക്കി കൊടുത്ത് ജനത്തെ രക്ഷിക്കും. അത് ഞങ്ങൾ ജീവനോടെ അനുഭവിക്കുന്ന സത്യമാണ്. ജീവനോടെ അച്ഛൻ അനുഭവിക്കുന്ന സത്യമാണ്. എന്റെ ജീവിതത്തിൽ ഒരുപാട് വിഷമഘട്ടങ്ങളോടെ ഞാൻ പോയിട്ടുണ്ട്. എല്ലാ സമയത്തും അമ്മയെന്ന് ഞങ്ങൾ വിളിക്കും, പരിശുദ്ധ അമ്മയെന്ന് വിളിക്കും.
വിളിക്കുമ്പോൾ വിളി കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം വിളി കേട്ടതിന്റെ ഉത്തരം എനിക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും. വിളി കേട്ടതിന്റെ ഉത്തരം അറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ അമ്മയായി ആരെ സ്വീകരിക്കണം? അമ്മയെ സ്വീകരിക്കണം. അമ്മയുടെ മധ്യസ്ഥ നേടുക. വേദനയുടെ ആശ്വാസം അമ്മ എല്ലാവരും ആശ്വസിപ്പിക്കും. അമ്മയുടെ അടുത്ത് എന്തൊരാളെന്ന് വീക്ഷിക്കില്ല. അത് വിശ്വസിച്ചുകൊള്ളൂ. അമ്മയുടെ കയ്യിൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിതാവും അമ്മയുടെ കയ്യിൽ ഈശോ നമ്മുടെ കയ്യിലോട്ട് അമ്മയുടെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അമ്മയുടെ മധ്യസ്ഥയുടെ പ്രാർത്ഥന. പ്രത്യേകിച്ച് ഈ സമയം ഞാൻ പറഞ്ഞല്ലോ, വളരെ ഭീകരത പിടിച്ച സമയം. ഇത് ലോകം മുഴുവനും കലുഷിച്ചു. ഞങ്ങൾ ഇപ്പോൾ പലപ്പോഴും എനിക്ക് ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഒരുപാട് സ്ഥലങ്ങളും ധ്യാനങ്ങളും ശുശ്രൂഷകളും കൺവെൻഷനുകളും എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയാറുണ്ട്, എനിക്കിഷ്ടമാണ് കടയിൽ ഇവിടെ സ്വസ്ഥമായിട്ടില്ല, ഇവിടെ ശുശ്രൂഷയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനൊക്കെ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇങ്ങനെ അച്ഛന്മാരും ബിഷപ്പുമാരും അച്ഛന്മാരും എല്ലാവരും വിളിച്ചുകൊണ്ട് അവിടെ വരാൻ കൊണ്ടുപോകുമ്പോഴെല്ലാം ഓരോരുത്തർ നമ്മൾ ശുശ്രൂഷയ്ക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തോ ഒരു പ്രശ്നങ്ങളാണ് മനുഷ്യരറിയാം. നമ്മൾ ഉദ്ദേശിക്കുന്നൊക്കെ അപ്പുറത്താണ്. തകർന്നു പോവുകയാണ്. ലോകരാജ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ മനുഷ്യൻ ഇത് ബൈബിള് കറക്റ്റാണ്. വിദ്യാഭ്യാസം കൊണ്ടൊന്നും ഒരു കാര്യമില്ല, പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഒന്നുകൊണ്ടും മനുഷ്യനെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. വീടുള്ളത് കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. വാഹനമുള്ളതുകൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അവന് ജോലിയുള്ളതുകൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. സ്ഥാനമാനമുണ്ട് ഒന്നും പിടിച്ചു ആരും ഇല്ല. കാരണം സൈറ്റന്റെ വർക്ക് അതുപോലെ ആക്റ്റീവാണ്. അത് കാണുന്നതാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ ഓരോ ധ്യാനത്തിൽ താമസിക്കുകയാണ് ഭയങ്കര അഭിഷേകപ്പെടുന്ന ആളുകൾ. ഇവിടെ കർത്താവ് അനുഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ധ്യാനത്തിലൊക്കെ ഭയങ്കര മിറക്കിളായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ ധ്യാനത്തിൽ അത് മാതാവിന്റെ മധ്യസ്ഥതകളുണ്ട്. യേശുവേ നന്ദി, യേശുവേ നന്ദി. സാധാരണ ഞങ്ങൾ ഈ ഒരു തിരുനാൾ ദിവസം ഒരു 10,000 പേര് ഒരുമിച്ച് ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരി പേര് വന്നിട്ടുണ്ട്. യേശുവേ നന്ദി. ഒരുമിച്ച് നന്ദി പറയാൻ വേണ്ടി വിളിച്ചു ദിവസം എത്രയും പറഞ്ഞെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളത് നന്നായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ നാളെ നന്നായിട്ട് കുമ്പസാരിച്ചു. ടെലിവിഷൻ, ലോകത്തിന്റെ സുഖങ്ങൾ, മൊബൈൽ ഫോൺ ഇതൊക്കെ നിർത്തലാക്കുക. ലോകസുഖങ്ങളെല്ലാം കൂടെ കൂട്ടി അത് പിശാച് പറയും. ഇതില്ലെങ്കിൽ എങ്ങനെ ജീവിക്കാൻ പറ്റൂടാ, ഇതില്ലാത്ത എന്തൊരു ജീവിതം. ലോകം വളരുകയല്ല, ലോകം മുടിയാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, തീരാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതൊരു വളർച്ചയല്ലത്, ഇതൊരു ഈ പടക്കം പൊട്ടുന്ന ഇത് പൊങ്ങി ആകാശത്തേക്ക് പോയി പൊട്ടി വരിഞ്ഞിട്ട് നേരെ എങ്ങോട്ട് പോലും പറഞ്ഞ് തവട്ട് വരാൻ പോകും. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഈ നാളുകൾ ആത്മരക്ഷയ്ക്കുന്ന അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ മാതാവിന്റെ വെളിപ്പെടുത്തൽ തേനും പാലും ഒടുക്കുന്ന കാനാന്തേശം അടുത്തെത്തി. ഇനി സമയമില്ല. എത്ര നാൾ, എത്ര വർഷം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് നല്ലൊരു ഉറപ്പാണ്, എന്റെ ആത്മാവിൽ എനിക്ക് നല്ല ബോധ്യം. ഇവിടെ പറയും, മക്കളെ ഒത്തിരി സമയമൊന്നും ഉണ്ടെന്ന് കരുതണ്ട. എപ്പോഴാണ് ദൈവം കൊണ്ട് മുഴുവനോടെ തീരാവുന്നത്. നമ്മുടെ ആയുസ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇത്ര ഇനിയൊരു 10-30 വയസ്സും കൂടെ നമ്മൾ ജീവിക്കും, അല്ലെങ്കിൽ നമ്മൾ 10-20 വർഷം കൂടെ ജീവിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇത്ര വയസ്സും നമുക്ക് ചെറുപ്പം ഒരു കൊച്ചുകുട്ടി, ഒരു യുവാവ് ചിന്തിക്കുക, ഇപ്പൊ എനിക്ക് 20-22 വയസ്സുള്ളൂ, ഇനി എനിക്കൊരു 10-50 വർഷമുണ്ട്. അങ്ങനെ ഒരു സമയം ഉണ്ടാകില്ല. അങ്ങനെ സമയം ഉണ്ടാകില്ല. കാത്തിരിക്കുക, പ്രാർത്ഥിച്ചു. ഇതൊരു അടയാളമാണ്. ഇത് മനസ്സിലാക്കണ അഭിഷേകം. ഒരിക്കലും നമുക്ക് ദൈവത്തിന്റെ പദ്ധതികളെയും പ്രവർത്തികളെയും മനുഷ്യന് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ഒരിക്കലും ബുദ്ധി കൊണ്ട് അവന്റെ ഏതെല്ലാം ഗവേഷണം നടത്തിയാൽ എത്തില്ല. അവന്റെ യുക്തി കൊണ്ടും നടക്കും. യുക്തി കൊണ്ട് നേരെ ഓപ്പോസിറ്റ് കൊണ്ട് സാധാരണ പറയേ അങ്ങനൊന്നും ഇല്ലെന്നേ ഇതൊക്കെ പറഞ്ഞ് നമ്മളെ മുഴുവൻ നെഗറ്റീവ് അടിപ്പിക്കും, മാത്രം നെഗറ്റീവ് അടിപ്പിക്കും. പ്രത്യേകരുത്. അതുകൊണ്ട് ഇതൊരു ഒരുക്കത്തിന്റെ സമയമാണ്. ഞാൻ പറയും, പ്രാർത്ഥനയിലായിരിക്കുക, നിശബ്ദത പാലിക്കുക. മക്കളെയൊക്കെ അപ്പനമ്മമാര് വീട്ടില് സ്നേഹിച്ചു ഒത്തിരി വളർത്തിയില്ലെങ്കിലും അവരുടെ ആത്മാവിനെ ദൈവകരങ്ങൾ കൂടെ അവിടുത്തെ ചോദിക്കും. തമ്പുരാന്റെ മുമ്പിൽ ചെന്ന് തമ്പുരാൻ ചോദിക്കും, നിനക്ക് ഞാൻ തന്ന മക്കൾ എന്തെന്ന് ചോദിക്കും. ആ ചോദ്യത്തിന് മാതാപിതാക്കൾ തമ്പുരാന്റെ മുമ്പിൽ ഉത്തരം കൊടുക്കേണ്ടി വരും. നിനക്ക് ഞാൻ തന്ന മക്കൾ എന്തേ ചോദിക്കുമ്പോൾ, അയ്യോ അവൻ അങ്ങനെ അത് നിനക്ക് അവനെ അതെല്ലാം കണ്ടു എനിക്ക് തരിക. ഞാൻ പറയും, കഴിഞ്ഞ ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കാണിച്ചതാണ്. പിശാചും ദൈവവും പിശാചും ഒരുപോലെ ഈ നോക്കുന്നത് ആത്മാക്കളെ പിടിച്ചെടുക്കും. എല്ലാവരും ആത്മാക്കളെ സഭയാണ് ആത്മാക്കളെ പിടിച്ചെടുക്കും. അപ്പോൾ അവൻ അവന്റെ ആയുധങ്ങളായിട്ട് ഇറങ്ങും.
മാക്സിമം ആത്മാക്കളെ പിടിച്ച് കൈക്കലാക്കാൻ വേണ്ടി അവന്റെ ആയുധങ്ങൾ, പണത്തിന് പണം വേണം കൊടുക്കും. ഞങ്ങളൊക്കെ പറഞ്ഞു, ചില പെന്തക്കോസ്തക്കാരുടെ കാര്യം പറയുന്ന പോലെ ഒരാത്മാവിനെ കിട്ടാൻ വേണ്ടി വേണം വീടിന് വീട് കൊടുക്കും, പണത്തിന് പണം കൊടുക്കും. അവൻ ചോദിക്കുന്ന എന്ത് ഇട്ട് കൊടുക്കുകയാണ് സ്വന്തമാക്കാൻ. എന്തു പറയുന്നത്, ഈ കാലഘട്ടങ്ങളിൽ ഒരു കുഞ്ഞിനെ അവന്റേതാക്കാൻ വേണ്ടി അവൻ എന്തും പണത്തിന് പണം കൊടുത്തരും, സെക്സിന് സെക്സ് കൊടുത്തുന്നു വരും, ഈ മതം മാറ്റാൻ നോക്കും. എന്ത് വേണമെങ്കിലും അവൻ ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ അവനവന്റെ വലകളും പണവും സെറ്റപ്പും കഴിവും ബുദ്ധിയും വിദ്യാഭ്യാസം സയൻസും എല്ലാം കൊണ്ട് അവനങ്ങ് ഇറങ്ങിയിരിക്കുക, ഓരോന്നിനെ പിടിച്ച് അവന്റെ വലയിലും അവന്റെ പക്ഷത്താക്കാൻ വേണ്ടി. ഈ സമയത്ത് ദൈവമക്കളായ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒന്നും കാണില്ല. അവിടെ നമുക്കൊന്നും വേണ്ട, നമുക്കൊരു വലയുണ്ട്, നമുക്കൊരു ആയുധമുണ്ട്, അത് ഈശോ എന്ന നാമം. ഒരു നാമം, യേശുവെന്ന നാമം. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാവരും രക്ഷ. അവന്റെ നാമം, ആ നാമം ഏറ്റുപറയണം, ആ നാമം ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം, ആ നാമത്തെ ഏറ്റവും സ്തുതിക്കണം, മഹത്വപ്പെടുത്തണം. ആ നാമം, അത് നമുക്കതാണ് ആയുധം. ഇപ്പൊ ഞങ്ങൾ യേശുവിന്റെ നാമം, ആ നാമം ഉപയോഗിച്ചു, അതാണ് നമുക്കുള്ളത്. അത് ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയത് പിടിച്ചോണ്ട് പോകും. അതുകൊണ്ട് ഇനി കരഞ്ഞിട്ട് കാര്യമില്ല. മാതാപിതാക്കൾ എന്റെ കുഞ്ഞിന് വരത്തില്ല, എന്റെ മകന് സംഭവിക്കത്തില്ല. ഇത് പലപ്പോഴും ഇത് എന്റെ കുടുംബത്തിൽ ഇങ്ങനെ നടത്തുന്നു, ഇത് മറ്റുള്ളവരുടെ സംഭവത്തിൽ. ഇതേക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വർഷങ്ങൾക്ക് ഒരു സംഭവം പറയാൻ ആഗ്രഹിക്കും. ഹിരോഷിമ നാഗസാക്കി നമുക്കറിയാം, വലിയ ഈ അണുബോംബ് സ്ഫോടനമുണ്ടായ സംഭവം. ഹല്ലേലൂയ, യേശുവേ നന്ദി. ആ സംഭവം പറഞ്ഞു നിർത്തിയ സംഭവം ഇങ്ങനെ ഒരു വലിയ അണുസ്ഫോടനം നടന്നു. പണസ്ഫോടനം നടന്നപ്പോൾ അവിടെയുള്ള ഗ്രാമങ്ങളിലുള്ള ആളുകളെല്ലാം അറിഞ്ഞു. അവർ പറയാണ്, ഉടനെ അന്ന് റേഡിയോയിലൂടെയാണ് ഈ അറിയിപ്പോട്ട് ഇവിടെ ഭയങ്കരമായ അണുബോംബ് ഇട്ടിരിക്കുന്നു അപകടം. അപ്പോൾ അതിന് അവിടുന്നൊരു 500-1000 കിലോമീറ്റർ അപ്പുറത്തുള്ള ചില ആളുകൾ എല്ലാവരും സൂക്ഷിക്കണം, ഈ സംഭവം ഉണ്ടായിരിക്കുന്നു, ഇവിടെ അണു പൊട്ടിക്കുന്നു. അപ്പൊ ഇങ്ങനെ റേഡിയോ കേട്ടിട്ട് ആളുകൾ ഇറങ്ങുന്നുണ്ട്, വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഇന്ന നമ്മുടെ ഹിരോഷിമ സ്ഥലത്ത് ഇതുപോലെ ബോംബ് സ്ഫോടനം നടന്നിരിക്കുകയാണ്. അപ്പൊ അവളെല്ലാം പോയി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ആ സമയത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ അവിടുത്തെ ചെറിയ ഗ്രാമത്തിന്റെ ഗ്രൗണ്ടിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മമാരൊക്കെ അവർ വീടിന്റെ മുന്നിൽ ഇറങ്ങിയിരുന്നു, ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങ് കണ്ട തീകോളം ഇവർ ഈ റേഡിയോയിലോട് കേട്ടുകൊണ്ടിരുന്ന ഈ സംഭവം ആ സമയത്ത് ഇവർ നോക്കുമ്പോൾ ദൂരെ ഇവരുടെ നേരെ വരികയാണ്. വന്നിട്ട് ഒരു നിമിഷം കഴിയുമ്പോൾ ആ ഗ്രാമത്തിലുള്ള ആളുകളെ തീ വിഴുങ്ങിക്കൊണ്ടുപോകും. അപ്പൊ അങ്ങ് ദൂരെ നടന്നപ്പോൾ ഇവര് പറയേ, ഇത് നമുക്കൊന്നും ഇത് സംഭവിക്കാൻ പോകുന്നില്ല, ഇതെന്നെ അഫക്ട് ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങളെ ആരെയും ബാധിക്കാൻ പോകുന്നില്ല. ആ കുടുംബത്തിലുണ്ടായി, ഈ കുടുംബത്തിലുണ്ടായി, അവിടെ ഉണ്ടായി, ഇവിടെ ഉണ്ടാവും. അവർ ചിരിക്കും, നമ്മളെ പരിഹസിക്കും. അത് അവന് സംഭവിച്ചത് കണ്ടില്ലേ, അവന്റെ മക്കൾക്ക് സംഭവിച്ചത് കണ്ടില്ലേ, ഇവന്റെ മകന് സംഭവിച്ചത് കണ്ടില്ലേ. എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് മാറാൻ ഒരേ ഒരു പ്രാർത്ഥന, പ്രാർത്ഥന, ഉപവാസം, പ്രാശ്ചിത്തം, പരിഹാരം ഒക്കെ ചെയ്യുക. ഞങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ റോസാമിസ്യ മതാവിന്റെ ചിത്രങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളുണ്ടെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ വാങ്ങിച്ചു വെക്കണം, വെച്ചിട്ട് അതിനൊന്ന് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് പണത്തിന്റെ പുറകെ ഓടരുത്. ഇന്ന് ഉണ്ടാക്കിയത് നമ്മളത് കഴിക്കില്ല. ഉറപ്പ് നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന പണം കൊണ്ട് നിങ്ങൾ കഴിക്കാൻ പോകുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന പണം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്താനും പോകുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന വീട്ടില് നിങ്ങൾ ഒത്തിരി നാളെ താമസിക്കാൻ പോകുന്നില്ല. ഇപ്പൊ നിങ്ങൾ കടമെടുത്ത് പണിത് ഉയർത്തുന്ന പലതിലും നിങ്ങൾ ജീവിക്കാൻ പോകുന്നില്ല. വെറുതെ സമയം കളയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, വിവേകമുള്ളവരായിരിക്കുക. യൂസ് യുവർ ബ്രെയിൻ, ബി പ്രൂഡന്റ് ഇനഫ്. ശരിക്കും നല്ല ബുദ്ധി ഉണ്ടായിരിക്കും, വിവേകത്തുണ്ടായിരിക്കും. ആത്മരക്ഷയ്ക്ക് വേണ്ടി കൊടുക്കുക. യേശു ഈ സമയത്ത് ആരെല്ലാം യേശുനാമമാകുന്ന വല കൊണ്ടിറങ്ങി ഈ സാത്താൻ കൊണ്ടുപോകുന്ന മക്കളെ പിടിച്ചു കയറ്റുന്നു, അവരൊക്കെ ദൈവസന്നിധി വലിയവരായിരിക്കും. ആരെല്ലാം ഊണ്ടി നടന്ന ആത്മാക്കൾ നേടാൻ വേണ്ടി എല്ലാം ജമ്പരാനും വലിയവരായിരിക്കും. പിന്നെ ശുശ്രൂഷ ജീവൻ നയിക്കുന്നവരോടും കൂടെ ഒരു അപേക്ഷ ഓർത്തോണം. നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് അവന്റെ ലോകത്താണ്. അവന്റെ കയ്യിലിരിക്കുന്നവരെയാണ് നിങ്ങൾ പിടിച്ചെടുത്ത് നിങ്ങൾ കർത്താവിന്. അതുകൊണ്ട് ഏറെ ക്ലേശപൂർണ്ണമായിരിക്കും. ഒരുപക്ഷെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വേദനകളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും കൂടുതലായിരിക്കും.
പക്ഷെ അവിടെ വെച്ച് നിങ്ങൾ നഷ്ടതയിലാകരുത്. പ്രസ്തലോഷ് തളർന്നു പോകരുത്. നിങ്ങൾ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ജോലി നമുക്ക് പൂർത്തിയാക്കണം. പ്രസ്തലോഷ് കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ച ശുശ്രൂഷ അവസാനം വരെ പൂർത്തിയാക്കണം. അതിലൂടെ നിങ്ങൾ ഒരുങ്ങണം. നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കണം. നിങ്ങൾ പ്രസ്തലോഷ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതൊരു അനർത്ഥങ്ങളുടെ നാളുകളാണ്. ബൈബിളിൽ എഴുതപ്പെട്ടതല്ല. ഞാൻ ഈ നാളുകളിൽ പറയുന്നത്. ഇന്നലെ ഞാൻ എന്റെ സ്നേഹിതനായ അച്ഛനോട്, എറണാകുളത്തുള്ള ബസിലിക്കപ്പെട്ട അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറയാം, ബൈബിൾ മുഴുവൻ സത്യമാണല്ലേ? ഞാൻ പറഞ്ഞു, അതിന് സത്യമാണല്ലോ അച്ഛാ, നമുക്കിതൊക്കെ മനസ്സിലാവില്ല. പറഞ്ഞത് അച്ഛാ, ബൈബിൾ എഴുതുമ്പോൾ സത്യമാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, ബൈബിൾ എഴുതുമ്പോൾ സത്യമാണ്. ബൈബിൾ എഴുതപ്പെട്ടതേ ഉള്ളൂ സത്യം. ബൈബിൾ എഴുതി മുഴുവൻ സത്യം. ബൈബിളുള്ളതേ സത്യമാണ്. അവിടെ ഇത് പീഡനങ്ങളുടെ ഈ സമയത്ത് അപ്പൻ അമ്മയെ തള്ളിപ്പറയും, അമ്മ അപ്പനെ തള്ളിപ്പറയുന്ന ബൈബിളുണ്ട്. ഈ സമയത്ത് മരുമക്കള് അമ്മായിമ്മയെ തള്ളിപ്പറയും, അമ്മായിമ്മ മരുമക്കളെ തള്ളിപ്പറയുന്നുണ്ട്. ഈ സമയത്ത് അമ്മമാര് വയറ്റിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാലഘട്ടം. ഈ സമയത്ത് മുഴുവൻ തിന്മയുടെ കാലഘട്ടം. ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ടൈം. ഈ സമയത്ത് ഇനി ഞാൻ പറയാം, ഒറ്റ കാര്യമേ ഉള്ളൂ, സ്വന്തം ആത്മാവിന്റെ രക്ഷ മാത്രം നോക്കണം. സ്വന്തം നിങ്ങൾ കൂടുതലുള്ള കുഞ്ഞുങ്ങളെയും ദൈവത്തിന് കൊടുക്കാൻ പറ്റിയാൽ നിങ്ങൾ 100% ജയിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ 100% തോറ്റു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കാൻ പറ്റിയാൽ നിങ്ങൾ 100% ജയിച്ചു. അല്ലാതെ ലോകത്തിൽ വലിയവനാക്കിയാൽ നിങ്ങൾ തോറ്റു. തമ്പുരാനെ തോറ്റുപോയ മക്കളാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് സമർപ്പിക്കാൻ പറ്റും. മക്കളെ ശ്രദ്ധിക്കണം. നിങ്ങൾ മക്കളെ വെറും കരയൂരി വിടരുത്. നിങ്ങൾ വീട്ടിലൊക്കെ ഞാൻ പറയും, ഈ 100 മുറികളൊക്കെ മാറ്റി ഒറ്റ മുറിയാകണം. അപ്പനും അമ്മയും മക്കൾ ഒരുമിച്ച് ജീവിക്കുന്ന സംഭവം. ഒരുമിച്ച് ഭക്ഷിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും യാത്ര ചെയ്യിച്ചു. ഇത് അനർത്ഥങ്ങളുടെ നാളുകൾ. അച്ഛൻ ഇന്ന് പറഞ്ഞത് നിങ്ങൾ എഴുതി വെച്ചു. ഇത് എന്നോട് പറയുന്ന പരിശുദ്ധമാണ്. നല്ല ബോധ്യമുണ്ട്. വെള്ളപൂശിയിട്ട് എല്ലാം ശരിയായെന്ന് പറഞ്ഞ് നടക്കുന്ന ഒത്തിരി വീടുകളെന്ന് കാണുമ്പോൾ നല്ല മനോഹരമായ വീട്, വെള്ളയെല്ലാം പൂശി കാണാൻ കൊള്ളാം, എല്ലാം കൊള്ളാം. അതല്ലല്ലോ മനുഷ്യൻ. കെട്ടിടമല്ലല്ലോ മനുഷ്യൻ. അത് വെള്ളം പൂശിട്ട് അകത്ത് മുഴുവൻ ജീർണിച്ച കുറെ ശവങ്ങളും ജീവിതങ്ങളും തകർന്ന അവസ്ഥകളും ബന്ധങ്ങൾ നഷ്ടപ്പെട്ട് സ്നേഹം നഷ്ടപ്പെട്ട് കണ്ണുനീരിന്റെ കയത്തി കഴിയുന്ന കുടുംബങ്ങൾ. അവിടെ നിങ്ങൾ വളർന്നെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. ഇത് വളർച്ചയുടെ കാലമല്ലിത്. ഇത് തകർച്ചയുടെ കാലം. 10 നില കെട്ടിടം പണിയുമ്പോൾ മനുഷ്യൻ വളർന്നെന്ന് പറഞ്ഞ് വളർന്നിട്ടില്ല. അവൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ആത്മാവ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നമുക്ക് ബാലന്റെ ബാക്കി ഭാഗത്തേക്ക് വരാം. നമുക്ക് എഴുന്നേറ്റ് ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കാം. സ്തുതിക്കട്ടെ. യേശുവേ സ്തുതിക്കുന്നു. പോരാ ഉച്ചത്തില് ആരാധന നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒറ്റവിളി കരമുട്ട് യേശുവേ വിളിക്കട്ടെ. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. കൈകൾ കൂപ്പി പിടിക്കാം. ഈ ഒരു തകർച്ചയുടെ കാലത്ത് ദൈവം നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുക്കുന്ന കൂടാരങ്ങളാണ് ഇത്തരം ആത്മീയ ഭവനങ്ങൾ, രക്ഷാകേന്ദ്രങ്ങൾ. ഓടിക്കൂടിക്കണം. സമയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഓടി വന്ന് പ്രയറി കൂടിക്കണം. മുടങ്ങരുത്. പൈസ പൊക്കോട്ടെ, കാശ് നോക്കരുത്, ക്ഷീണം നോക്കരുത്, യാത്രയുടെ ദൂരം നോക്കരുത്. ഓടിക്കൂടിക്കണം. ഒരു തെരഞ്ഞെടുക്കപ്പെടുന്ന ജനത്തിന്റെ സമയം അത് നിങ്ങൾക്ക് മനസ്സിലാവിച്ചു കഴിയുന്നു. ഓടിക്കൂടി വചനം കേൾക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക, പ്രാർത്ഥിച്ച് കാത്തിരിക്കേണ്ട ഒരു നിർണായകമായ സമയമാണ്. യേശുവേ നന്ദി. ഞാൻ ബൈബിൾ തുറന്നപ്പം കിട്ടിയ വചനം കർത്താവിന്റെ ദിനം. ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ, എന്നാൽ കർത്താവിന്റെ ദിനം ആസന്നമായിരിക്കുന്നു. കർത്താവിന്റെ ദിനാസനമായി കർത്താവ് ഒരു ബലി ഒരുക്കിയിരിക്കുന്നു. തന്റെ അതിഥികളെ അവിടുന്ന് വിശുദ്ധീകരിച്ചിരിക്കുന്നു.
ഇറ്റ്സ് വെരി നിയർ. എനിക്കറിയാം, എനിക്ക് ബൈബിൾ തുറക്കുമ്പോൾ വചനം കിട്ടുന്നൊരു സംഭവമുണ്ട്. ഒരു സീരിയസ് ആയിരിക്കണം, തമാശ എടുക്കരുത്, ഇടം പോലും നോക്കരുത്. നിങ്ങളുടെ കൂടെയുള്ളവരെങ്ങനെയുണ്ടെന്ന് നോക്കരുത്. ചിലപ്പോൾ അടുത്തിരിക്കുന്നത് ചിരിക്കുമ്പോൾ നമുക്ക് ചിരിക്കണം. ചിലപ്പോൾ അടുത്തിരിക്കുന്നവര് ഇരിക്കുന്നു നോക്കുമ്പോൾ നമുക്കിരിക്കണം. ചിലപ്പോൾ അടുത്തിരിക്കുന്നവരുടെ കരം ഉയർത്തുമ്പോൾ നമുക്കറിയാം. അങ്ങനെ വരരുത്. നമ്മൾ തന്നെ തീരുമാനമെടുക്കണം. യേശുവേ നന്ദി. അടുത്തിരിക്കുന്നവർക്ക് സംസാരിക്കുന്നുണ്ട്, സംസാരിക്കരുത്. എനിക്ക് സംസാരിക്കുന്ന സമയമായി എന്ന് കരുതുക. അതുകൊണ്ടാണ് റോസാമിക്കാമെന്നവരുടെ സന്ദേശം. എന്റെ സന്ദേശമല്ല, സമീക്ഷിക്കുന്ന സന്ദേശം. പ്രാർത്ഥിച്ചൊരുങ്ങാം. കൈകൾ കൂപ്പി പിടിച്ച് ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ട് കുർബാന തുടരാം. നമുക്കെല്ലാം സന്തോഷവും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ